ശംഖുമുഖം എന്നാൽ എന്താണ് എന്ന് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിൽ ഒന്നാണ് ശംഖുമുഖം ബീച്ച്. തിരുവനന്തപുരം നഗരത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിനോട് ചേർന്ന് വിമാനത്താവളത്തിൻ്റെ പടിഞ്ഞാറ് വശത്താണ് ശംഖുമുഖം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിച്ചേരുന്ന മനോഹരമായ ബീച്ച്. എന്നാൽ ശംഖുമുഖം എന്ന പേര് ശംഖുമുഖത്തിന് ലഭിച്ചത് എങ്ങനെയെന്ന് ആർക്കെങ്കിലും അറിയാമോ? കേൾക്കാൻ നല്ല മനോഹരമായ പേര്. ഒരുപക്ഷെ ശംഖുമുഖം എന്ന പേര് വന്നതെങ്ങനെയെന്ന് പലർക്കും അറിവുണ്ടാകില്ല. എന്നാൽ കേട്ടോളൂ, ശംഖുമുഖം എന്ന പേര് വന്നത് ശംഖുമുഖം ബീച്ചിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ശംഖുമുഖം ദേവീക്ഷേത്രത്തിൽ നിന്നാണ്. ശംഖുമുഖം എന്ന പേരിൻ്റെ ഉത്ഭവം ശംഖുമുഖം ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അത് എങ്ങനെയെന്ന് വച്ചാൽ, ഈ ദേശത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് 4 വശവും കടലാൽ ചുറ്റപ്പെട്ട കുന്നുകളുള്ള ഒരു പുണ്യസ്ഥലത്ത് യുഗങ്ങൾക്ക് മുൻപ് ദേവി തപസ് ചെയ്തു. അതുകണ്ട് ദേവിയുടെ കടുത്ത ഭക്തരായ ശുക്രാചാര്യനും ഭാര്യ ജയന്തിയും ദേവിക്ക് അഭിമുഖമായി തപസ്സിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ദേവി കണ്ണു തുറക്കുകയോ ശുക്രാചാര്യരെയും ഭാര്യയെയും അനുഗ്രഹിക്കുകയോ ചെയ്തില്ല. ഇതിൽ കോപിഷ്ഠനായ ശുക്രാചാര്യർ ദേവിയെ ധ്യാനത്തിൽ നിന്ന് ഉണർത്താൻ ശംഖൂതി. ദേവി കണ്ണു തുറന്നപ്പോൾ ശംഖുമായി നിൽക്കുന്ന ശുക്രാചാര്യനെയാണ് കണ്ടത്. അങ്ങനെ ഈ പ്രദേശം ശംഖുമുഖം എന്ന പേരിൽ അറിയപ്പെട്ടു. ശംഖുമുഖം ദേവീക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് ഇപ്പോഴും വന്നു ചേരുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ റൺവേയിൽ കൂടി ഈ ക്ഷേത്രത്തിലേക്കാണ്. തിരുവിതാംകൂർ മഹാരാജാവ് ആറാട്ടിനൊപ്പം ഈ ക്ഷേത്രത്തിൽ വന്നു ചേർന്നതിന് ശേഷം പണവും മറ്റും കടലിലൊഴുക്കുകയാണ് ആചാരം. അപ്പോൾ ശംഖുമുഖത്തിന് ആ പേര് ലഭിച്ചതെങ്ങനെയെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നെ ഫോളോ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.